നാടിൻ്റെ നന്മയും സ്വന്തം ജനിച്ച നാടിൻ്റെ ജനങ്ങളുടെ ഹൃദയവും തൊട്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിപ്രഭ. സാമാന്യം ഞാൻ കണ്ടതിലൊക്കെ ഏറ്റവും മഹത്തായ വ്യക്തിത്വം യൂസഫലി സാറിൻ്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. യൂസഫലിക്കാക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇതിനു മുമ്പും ഇതുപോലെ കിറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദി കടപ്പാട് വീണ്ടും വീണ്ടും പറയുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടങ്ങിയതോടെ ദുരിതത്തിലായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. കാലവർഷവും ട്രോളിംഗ് നിരോധനവും തുടങ്ങിയതോടെ വറുതിയിലായ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയാണ് MA യൂസഫ് അലി സഹായവുമായി എത്തിയത്. അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വറുതി കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച യൂസഫ് അലിയുടെ പിന്തുണയ്ക്ക് MLA നന്ദി രേഖപ്പെടുത്തി. കാലങ്ങളായി MA യൂസഫ് അലി ജന്മനാട്ടിലെ നാട്ടുകാർക്കായി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സഹായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഗീതാ ഗോപി കൂട്ടിച്ചേർത്തു. ഞാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമുള്ളൂ. നിഷ്കളങ്കരായ ജനങ്ങളുടെ മുന്നിൽ അവർ നൽകിയ അധികാര കസേര അലങ്കാരമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ജനങ്ങളുടെയും എൻ്റെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും ഞാൻ പറയുന്നു, ഈ നാടും ഈ തീരമണ്ണും ജനിച്ചു വളർന്ന വ്യക്തിത്വം യൂസഫ് അലി സാറിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത് പറയാൻ വാക്കുകളില്ല. അളവറ്റ രീതിയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വം ഇന്ന് സ്വന്തം സാമ്പത്തിക സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രതയും മാത്രം നോക്കുന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്നാണ് ഞാൻ ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. പഞ്ഞമാസക്കാലമാണ്. കേരളത്തിൽ 12 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളാണ് അനുബന്ധ തൊഴിലെടുത്ത് ജീവിക്കുന്നത്. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കടൽ തീരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ലേ കിടക്കണം. ആ മത്സ്യത്തൊഴിലാളികളുടെ വേദനയും പ്രയാസങ്ങളും ജീവിതങ്ങളും തിരിച്ചറിയാൻ നമ്മുടെ നാട്ടുകാരനായ യൂസഫ് അലി സാറിന് സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു നന്മയാണെന്ന് നമ്മൾ കരുതണം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞത് സ്വാർത്ഥ താല്പര്യം കുടുംബ ഭദ്രത മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് കുറച്ച് എൻ്റെ നാട്ടുകാർക്ക് വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. ആ ഒരു സാമൂഹ്യ നന്മ നമ്മുടെ മണപ്പുറത്തിന് ലഭിച്ചുവെങ്കിൽ അത് നമ്മൾക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു അംഗീകാരം വരദാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മഹത്തായ വ്യക്തിത്വം നമുക്ക് നൽകുന്ന ഓരോ സംഭാവനകളും ശിരസ്സ വഹിച്ചുകൊണ്ട് ഈ പഞ്ഞമാസക്കാലത്ത് മത്സ്യബന്ധന മേഖല തൊഴിലെടുക്കുന്നവർക്ക് ട്രോളിംഗ് നിരോധന സന്ദർഭത്തിൽ ആഴക്കടലിൽ പോയി ജീവൻ പോലും പണയം വെച്ച് ഈ തൊഴിലെടുക്കുന്ന കുടുംബങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുള്ള ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറിനെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ലുലു ഗ്രൂപ്പിന് വേണ്ടി ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യട്ടെ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, വാർഡ് അംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് CMDയുടെ സെക്രട്ടറി EA ഹാരിസ്, ലുലു മീഡിയ ഹെഡ് NB സ്വരാജ്, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി KP നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളി പ്രതിനിധി സുബൈർ നാട്ടിക എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ നമ്മളിവിടെ നൽകുന്നത് ഈ മേഖലയിലെ മത്സ്യഫെഡിൽ അംഗങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ കഠിനമേറിയതാണ്. കാരണം കടൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അവശരായ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മളിവിടെ ഇന്ന് സഹായം നൽകുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നമ്മുടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇനി വരുന്ന ഈ മാസങ്ങളിൽ അറുതിയുടെ ദിനങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങെന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതുപോലെ
നിങ്ങൾക്ക് വീടുകളിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരു കിറ്റ് വിതരണം ചെയ്യണം. നമ്മളെല്ലാവരും എന്നും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ട് പരിചയം, അന്നൊന്നും എനിക്ക് കൂടുതലായിട്ട് ഈ ഭാഗവുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ നാട്യക്കാരിയാണെങ്കിലും വലപ്പാടിൻ്റെ അറ്റത്ത്, നാട്ടികയുടെയും വലപ്പാടിൻ്റെ അറ്റത്തായ കാരണം, പക്ഷെ അന്നൊക്കെ കേട്ട് പരിചയമുള്ളത് നമ്മളുടെ എല്ലാ വീടുകളും ഈ ഭാഗങ്ങളിലുള്ള എല്ലാ വീട്ടിൽ നിന്നും ഒരാളെയെങ്കിലും, അന്ന് ഗൾഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു രാജ്യമായിട്ടാണ് നമ്മൾ കാണുക, ഒരാളെങ്കിലും ഗൾഫിൽ കൊണ്ടുപോയി നമ്മൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ യൂസഫ് അലി സാറ് എന്നുള്ളതാണ് ചെറുപ്പകാലത്തിലൊക്കെ കേട്ടിരുന്നത്. ഇപ്പോൾ വലുതായി വന്നു, പിന്നെ നമ്മൾ ഈ പൊതുരംഗത്തൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വിചാരിച്ചുള്ളത് ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു പുണ്യമാണ്. ഇങ്ങനെ ഒരു മകൻ ജനിച്ചത് തന്നെ അത് ഏറ്റവും എന്താ പറയുക, അവർക്ക് അത്രയും ഒരു പുണ്യമാണ് അവരുടെ ഒരു മകൻ ഇതുപോലെ ജനങ്ങളെ സഹായിക്കുന്ന, മറ്റുള്ളവരെ വിഷമങ്ങൾ കണ്ടറിയുന്ന ഒരു വ്യക്തി ഒരു മകനായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നാട്ടികയിൽ മത്സ്യത്തൊഴിലാളികൾ പഞ്ചമാസം യൂസഫ് അലി സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വറുതിക്കാലത്ത് യൂസഫ് അലി സാറ് നമുക്ക് തന്ന ഈ കിറ്റ് വളരെ ഉപകാരപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തന്നു, ഇപ്രാവശ്യം അതേപോലെ തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളും ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ദീർഘായുസ്സും യൂസഫ് അലി സാറിന് നേരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ സഹകരണങ്ങളും യൂസഫായിട്ട് ഉണ്ടാവും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യൂസഫ് അലിക്കാക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇതിനു മുമ്പും ഇതുപോലെ കിറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദി കടപ്പാട് വീണ്ടും വീണ്ടും പറയുകയാണ്.